2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വിഷഫാക്ടറികൾ ജനങ്ങളുടെ ആരോഗ്യവും സമാധാനവും ഇല്ലാതാക്കുന്നുവെന്ന് ആരോപണം. വ്യവസായ വളർച്ചയുടെ പേര് പറഞ്ഞ് വിഷ ഫാക്ടറികൾ തൊടുപുഴ മേഖലയിൽ ആരംഭിക്കുന്ന ഗൂഢസംഘം ജനങ്ങളുടെ ആരോഗ്യവും സമാധാനവും നശിപ്പിക്കുന്ന സാഹചര്യമാണെന്ന് ആരോപണം. പെരുമ്പാവൂർ മേഖലയിൽ നിന്നും ജനങ്ങൾ സമരം ചെയ്ത് അടുപ്പിച്ച വിഷ ഫാക്ടറികളാണ് വെള്ളിയാമറ്റം, ആലക്കാട് ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതും പുതിയ ആരംഭിക്കാനുള്ള കടലാസ് ജോലികൾ നടന്നുവരുന്നുവെന്നാണ് ആരോപണം. കേരളത്തിൽ വ്യവസായം വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂണ് പോലെ വിഷ ഫാക്ടറികൾ ഉയർന്നു വരുന്നതെന്നാണ് ആക്ഷേപം. വളരെ ചെറിയ ഒരു പഞ്ചായത്താണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അധികമായിട്ടുള്ള പാറമടകൾ അടക്കം പ്രവർത്തിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് പാറമടകൾ ഈ ആലക്കോട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. അക്കൂട്ടത്തിൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ പ്ലൈവുഡ് ഫാക്ടറി ആരംഭിക്കുവാനായിട്ട് ഇഞ്ചാനിൽ 20 ഏക്കർ സ്ഥലം ഇപ്പോൾ അവർ ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പ്ലൈവുഡ് ഫാക്ടറിക്ക് ആവശ്യമായ പശ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തലയനാട് ഇപ്പോൾ പുതിയ ഒരു പശ ഫാക്ടറി ആരംഭിക്കുവാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അപേക്ഷ വച്ചിരിക്കുക. ഇതിൻ്റെ എല്ലാ അപകടമെന്ന് പറയുന്നത് പശ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ ആകെ ബാധിക്കുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു അനുഭവമായിരിക്കും വരാൻ പോകുന്നത്. പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാട്ടിപ്പായിക്കപ്പെട്ട പ്ലൈവുഡ് ഫാക്ടറിയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ എല്ലാം ആലക്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനം വന്നു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരമോ ജീവിത പ്രശ്നങ്ങളോ അല്ല അവരെ ബാധിക്കുന്നത്. കൈയും കാലുമില്ലാത്ത കുട്ടികൾ ജനിക്കപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ പോലെ വലിയ തലയുമായി ചെറിയ ഉടലുമായി ഇവിടെ പിള്ളേർ ജനിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഉൽപാദന ശേഷിയെ ബാധിക്കുന്ന, ലൈംഗിക ശേഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇതൊന്നും പഞ്ചായത്തിന്റെ പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് എന്താ? ഫാക്ടറിയിൽ വരണം, പണം ഉണ്ടാവണമെന്നുള്ളതാണ്. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ പഞ്ചായത്ത് ഉമ്മറക്കാട്ടന്മാരെ കണ്ടാൽ പ്രസവിച്ചേറ്റ പെണ്ണുങ്ങളുടെ കൂട്ട നല്ല ചുവന്ന് തൊടുത്ത് വെളുത്തിരിക്കുക, കഴുത്തിൻ്റെ എല്ലാം നീളം കുറഞ്ഞു വരിക. എന്താ കാര്യം? ഏത് ഫാക്ടറി അവർ പറയുന്നത് എന്താ? ഒരു അനുമതിയുടെയും പ്രശ്നമില്ല, എല്ലാം വന്നിരിക്കാൻ, ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മുഴുവൻ അനുമതിയുമായിട്ടാണ് ഇവിടെ ഫാക്ടറി ഉടമകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ആരംഭിച്ച ഫാക്ടറികൾ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളും ജോലി ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ വർധനവ് സമാധാന അന്തരീക്ഷവും തകർക്കുന്ന സാഹചര്യമാണെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ആലക്കോട് ഭാഗത്ത് അതിഥി തൊഴിലാളി വീടുകളിൽ മോഷണം നടത്താൻ ശ്രമിക്കുകയും എതിർത്തവരെ ആക്രമിക്കുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനമാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയില്ലെങ്കിലും 3 വർഷത്തേക്ക് പുതിയ ഫാക്ടറികൾ ആരംഭിക്കാൻ നിയമമുണ്ടെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നതെന്നാണ് ആക്ഷേപം. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന ചൊവ്വാഴ്ച പ്രതിഷേധമായി നാട്ടുകാർ എത്തിയിരുന്നു. പ്രതിഷേധ യോഗവും നടത്തി. സമരസമിതി ചെയർമാൻ PG വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സുബിൻ പഴയടം, തോമസ് മൈലാടൂർ, ബേബി ജോസഫ്, ടിജോ പുന്നത്താനം, ചിജി വേരനാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. എങ്ങനെ ഈ ഫാക്ടറി വരുവാനും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭത്തിലേക്കുമാണ് ഇത്തരം ആളുകൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഫാക്ടറിയോടുകൂടി ഞാൻ പറഞ്ഞ പശ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അതിനോട് അടുത്ത് താമസിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, ഇവർക്കൊന്നും വേവലാതിയില്ലേ? ഇവരെയൊന്ന് വോട്ട് ചെയ്ത ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഇവർക്കില്ലേ? അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ കുഞ്ഞുകുട്ടികളെ ബാധിക്കുന്ന, വരും തലമുറയെ ബാധിക്കുന്ന ഇത്ര ഗുരുതരമായ പ്രശ്നമായിട്ട് പോലും ഇതിനെങ്ങനെ അനുമതി കൊടുക്കാം എന്ന കാര്യമാണ് ഇവർ ഗൗരവതരമായി പരിശോധിക്കുന്നത്. അതാ പരിശോധിക്കുന്നത്. എന്താ വേണ്ടത്? ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം. ഏത് അനുമതിയും എവിടെ നിന്ന് വന്നാലും ജനകീയ സമരങ്ങളിൽ ഞാൻ പറഞ്ഞ കൊക്കോകോള ഫാക്ടറിയെ, അത്ര ഭീമനായ ഒരു വ്യവസായിയെ കേരളത്തിൽ ഓടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ തരം ഒരു ഫാക്ടറിയുമായി വരുമ്പോൾ സ്വാഭാവികമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.